ഉയരമാണ് ഇന്നത്തെ വിഷയം. ഉയരം കൂടിയാലും കുറഞ്ഞാലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹലോ നമസ്കാരം. കണ്ട, ഇദ്ദേഹമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ഉയര വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാകും ഇദ്ദേഹം എത്ര വലിയവനാണെന്ന്, അല്ലേ? സന്തോഷം. സുഖമായിരിക്കുന്നോ? ശിവചേട്ടാ എത്ര ഹൈറ്റ്? എത്രയാണ്? 6.9. എനിക്ക് തലമിക്ക് എത്തില്ല കേട്ടോ. ശരിക്കും കാല് പോക്കാണ്ട് എനിക്ക് തലമിക്ക് എത്തില്ല. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഒരു വ്യത്യാസം? നമ്മൾ എത്രാമത്തെ വയസ്സിലാണ് ശരിക്കും അതൊരു മനസ്സിലായത്? ഒരു 12 വയസ്സിലൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 18 വയസ്സ്, പിന്നെ പെട്ടെന്നായിരുന്നു ഹൈറ്റൊക്കെ വെച്ച്. ഈ ഒരു ഹൈറ്റിന്റെ ഒരു വ്യത്യാസം വന്നപ്പോൾ ആദ്യം നമുക്ക് മനസ്സിൽ എന്താണ് ഉണ്ടായത്? അതായത് എല്ലാവരും ഫീൽ ചെയ്യാൻ തുടങ്ങിയത്? അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര ആഘോഷബാധയൊക്കെ ആയിരുന്നു. സ്കൂളിൽ പോകാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു അസോസിയേഷൻ ഞങ്ങൾ രൂപീകരിച്ച്, ടോൾമെൻ അസോസിയേഷൻ 1999 തൃശ്ശൂർ കുന്നംകുളത്ത് വെച്ചിട്ട് ഞങ്ങൾ സംഘടന രൂപീകരിച്ചു. ഇതാണ് ഷിബുചേട്ടനൊക്കെ സ്ഥിരമായി ഇവിടെ ഇരിക്കുന്ന കസേര, അല്ലെ ഷിബുചേട്ടാ? എങ്ങനെയാണ് ഈ ഒരു കസേരയുടെ ഒരു കഥ? എന്താ? കസേര ഞാൻ പല കസേരകളും ഇരിക്കാറുണ്ട്, പക്ഷെ ഒക്കെ ഒടിഞ്ഞു പോകലാണ് പതിവ്. അങ്ങനെ ഞങ്ങളുടെ സംഘടനയിലെ ടോൾമെൻ അസോസിയേഷനിലെ ഒരു മെമ്പറായ സിൻഡോ കൊളകര ഉള്ളതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന സമ്മാനമാണത്. നല്ല വെയിറ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല, എവിടെ എപ്പോൾ വേണമെങ്കിൽ ഇരിക്കാം. നല്ല അടിപൊളി കസേര ഉണ്ടാക്കി തന്നത്. ചേട്ടാ, നമ്മൾ ഈ ഡ്രസ്സും ഷൂ ഒക്കെ എന്താ അതൊക്കെ എങ്ങനെയാ? അതൊക്കെ ഒന്നും റെഡിമെയ്ഡ് കിട്ടില്ല, എല്ലാം തനിയെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഷൂ ആണെങ്കിൽ 16 സൈസ് ഷൂ ആണ്. അതും ഇതുപോലെ തന്നെ 5000 രൂപ ഇപ്പോൾ തയ്ച്ചുണ്ടാക്കിയതാണ്. അതുപോലെ ജീൻസ് ആണെങ്കിലും ഷർട്ടാണെങ്കിലും പാൻറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്നും തന്നെ ഓടിച്ചെന്നാൽ കിട്ടില്ല, ഒക്കെ അളവെടുത്ത് തന്നെ തയ്ക്കണം. എല്ലാവരും സമാനമായ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന ആളുകളാണോ? അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഈ ഹൈറ്റും ഉള്ളതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളുടെ ഈ സംഘടനയുടെ ഒരു ശക്തി അതാണ്. കാരണം എന്നേക്കാളും ഉയരമുള്ള ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ എല്ലാവരും ആ ഒരു വിഷമം മാറി ഭയങ്കര സന്തോഷത്തിൽ. ഇപ്പൊ വീട്ടിലെ ഉപകരണങ്ങളായാലും അല്ലെങ്കിൽ കട്ടിലും അതൊക്കെ എങ്ങനെയാണ്? കട്ടില് 7 അടി നീളമുള്ള കട്ടില്, 4 അടി വീതിയുള്ള കട്ടില് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. പിന്നെ വണ്ടിയുണ്ട്, വണ്ടിയും ഓടിക്കാത്ത രീതിയിൽ തന്നെ സീറ്റ് അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ സ്പെഷ്യലായിട്ട് അറേഞ്ച്മെന്റ്സ് എന്തൊക്കെ ചെയ്തത്? അത് നമ്മൾ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി ഓടിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കാണിച്ചത്. എല്ലാ വണ്ടികളും തന്നെ, എൻ്റെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. ഏറ്റവും ഹൈറ്റുള്ള വണ്ടി നോക്കി വണ്ടി എടുത്താണ് അതൊക്കെ. സൈലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമ്മൾ എന്നിട്ട് ഇതിൽ തന്നെ സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ സീറ്റൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് യാത്ര ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ലോങ് മനസ്സുമാണ്. പിന്നെ ഡ്രൈവേഴ്സ് ഉണ്ട്, 2 ഡ്രൈവർമാരുണ്ട്. ഭാര്യമാരെടുക്കും വണ്ടി എടുക്കുക. ഈ ഉയരം കൂടിയതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇനി അതിന്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഹൈറ്റ് ഈസ് അവർ പ്രൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. ഉയരം ഞങ്ങൾക്ക് അഭിമാനം, ദൈവം എന്നൊരു വരദാനം. അതാണ് ഞങ്ങളുടെ സംഘടനയുടെ ആപ്തവാക്യം. അപ്പോൾ ഈ 25 വർഷം എത്തിയിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിപ്പോൾ കേരളത്തിലും തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റിലായിട്ട് തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡ്യൂട്ടികൾ കിട്ടുന്നുണ്ട്. 3000-ഓളം മെമ്പേഴ്സ് സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. അതിൽ 1000-ഓളം സ്ഥിരം ഡ്യൂട്ടികൾക്ക് പോകാനായിട്ട് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, ഉയരമുള്ളതും അത്ര ചില്ലറക്കാരുമല്ല. ക്യാമറമാൻ സുജീവ് വട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.